പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ ചർച്ചയ്ക്ക് സന്നദ്ധമായിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് പങ്കുവെക്കാനുള്ളത്. അടിക്ക് തിരിച്ചടി നൽകിയപ്പോൾ ഇന്ത്യക്ക് വളരെ ശക്തമായി ഇന്ത്യ പ്രതിരോധിച്ചപ്പോൾ ശക്തമായ ആക്രമണം നടത്തിയപ്പോൾ നമ്മുടെ 26 കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെ ആക്രമണ ശ്രമം നടത്തിയതിന് കൃത്യമായി 6ഓളം പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളെ അടിച്ച് തകർത്തപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും അധിക നാൾ ഇന്ത്യക്കൊപ്പം സംഘർഷത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദം വലുതായി തന്നെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇനിയും സംഘർഷങ്ങൾ തുടർന്നുകൂടാ എന്ന ഒരുപക്ഷെ സൗഹൃദ രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി കാണും. ഇതിലേക്ക് അടിസ്ഥാനത്തിലാണ് ഈ നീക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിർത്തിയിലെ സംഘർഷം കണക്കിലെടുത്ത് ബാരാമുള്ളയിൽ പ്രത്യേക ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പുകളും മാർക്കറ്റുകളും അടച്ചിട്ടു. റിപ്പോർട്ട് കാണാം. जम्मू कश्मीर में लाइन ऑफ कंट्रोल के साथ साथ शहरी इलाकों में भी तनाव बढ़ गया है। फिलहाल प्रशासन ने कई जगहों पे लोगों से कहा है कि वो घरों के अंदर ही ज्यादा रहें और ज्यादा मूवमेंट ना करें। कई जगहों पे पेट्रोल पंप्स बंद कर दिए गए हैं। ये फिलिंग स्टेशन है, आप देख सकते हैं यहाँ पे हालांकि तेल है लेकिन बंद कर दिया गया है एज अ प्रिकॉशनरी मेजर। इससे एक तो लोगों की मूवमेंट कम हो सकती है, गाड़ियों की मूवमेंट कम हो सकती है और साथ ही अगर कभी भी प्रशासन को या इवन डिफेंस फोर्सेस को भी तेल की जरूरत पड़ेगी तो वो अवेलेबल रहेगा। लेकिन मैं आपको दिखाने की कोशिश करूंगा, यहाँ पे ये बारामुल्ला और बडगाम के बीचों बीच पड़ता है मागाम का एरिया और यहाँ पे फिलहाल मागाम मार्केट भी बंद है। तो ये कहा जा सकता है कि तनाव लगातार बढ़ रहा है। हालांकि कल तक जो है खाली लाइन ऑफ कंट्रोल के इर्द गिर्द वाले इलाकों में तनाव था, लेकिन अब शहरी इलाकों में भी तनाव बढ़ गया। जिस तरीके से काफी जगहों पे मार्केट्स बंद कर दिए गए और लोगों से कहा गया है कि वो ज्यादा मूवमेंट ना करें। डिस्ट्रिक्ट बडगाम के कुछ ऐसे एरियाज भी हैं जो एयरपोर्ट के इर्द गिर्द हैं, वहां पर भी लोगों को कहा गया है कि वो ज्यादा मूवमेंट ना करें। हजारों की तादाद में अभी तक लोगों को घरों से निकाला गया है सेफर लोकेशंस की तरफ। अभी तक 17 लोगों की पहले मौत हुई थी। कल शाम तक और भी कुछ कैजुअलिटीज बताई जा रहे हैं सिविलियन की। पहाड़ी इलाकों के साथ साथ शहरी इलाकों में भी तनाव बढ़ गया है और कुछ जगहों पे पेट्रोल स्टेशन जो हैं उनको फिलहाल एहतियाती तौर पे बंद कर दिया गया है और मार्केट्स को भी कई जगहों पे बंद कर दिया गया। പാകിസ്ഥാന്റെ തീവ്രവാദത്തിന് ഇന്ത്യയുടെ മറുപടി വെറും തിരിച്ചടി മാത്രമായിരുന്നില്ല. കൃത്യതയോടെയും ഏറ്റവും പുതിയ ആയുധ സാങ്കേതിക വിദ്യയോടെയുമാണ് ഇന്ത്യ യുദ്ധനയം തന്നെ വ്യക്തമാക്കിയത്. എന്തെല്ലാമായിരുന്നു ഇന്ത്യൻ സേനയ്ക്ക് ശക്തിയായ ആയുധങ്ങളെന്ന് കാണാം. അപർണ കുറുപ്പിന്റെ റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകി ഇന്ത്യ ജെയ്ഷ് ഇ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമുള്ള 9 തീവ്രവാദ ക്യാമ്പുകളാണ് തകർത്തത്. പഹൽഗാം ആക്രമണത്തിന് അങ്ങനെ പ്രതികാരം വീട്ടി. ഇന്ത്യയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ആക്രമണങ്ങളെ ചാരമാക്കി. ലോകം ചർച്ച ചെയ്യുകയാണ് ഏതെല്ലാമായിരുന്നു ഇന്ത്യൻ സേനയുടെ പടക്കോപ്പുകളിലെ ആ ബ്രഹ്മാസ്ത്രങ്ങളെന്ന്. സ്കാൽപ് ക്രൂയിസ് മിസൈൽ അതിൽ മുൻപന്തിയിലാണ്. റഫാൽ ജെറ്റുകളിൽ നിന്ന് തൊടുത്തുവിടുന്ന ഈ ഫ്രഞ്ച് ക്രൂയിസ് മിസൈലിന് 560 കിലോമീറ്ററാണ് റേഞ്ച്. സബ്സോണിക് വേഗത്തിൽ ഭൂമിയോട് ചേർന്ന് പറന്ന് റഡാറുകളെയും വെട്ടിക്കുന്ന മിസൈലാണ് ഇത്. 450 കിലോഗ്രാം വാർഹെഡ്, GPS, ഇൻഫ്രാറെഡ് ഗൈഡൻസ് എന്നിവ ഉപയോഗിച്ച് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം തവിട് പൊടിയാക്കുമ്പോൾ ചുറ്റുപാടുള്ളതൊന്നും തകരാതിരുന്നതിന് കാരണം ഈ പ്രിസിഷൻ അറ്റാക്ക് രീതിയാണ്. ഹാമർ ഗ്ലൈഡ് ബോംബും അയക്കുന്നത് റഫാലിൽ നിന്ന് തന്നെയാണ്. ബോംബ് ടാർഗറ്റിലേക്ക് ഗ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുക. റഫാലിൽ നിന്ന് വിടുന്ന ഹാമർ ഗ്ലൈഡ് ബോംബ് സാധാരണ ബോംബുകളെ സ്മാർട്ട് വെപ്പൺസ് ആക്കി മാറ്റുന്നു. 70 കിലോമീറ്റർ റേഞ്ചും GPS ഗൈഡഡ് കൃത്യതയുമുള്ള ഹൈലി അജൈൽ മോഡുലർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് മുരുത്കയിലെ ലഷ്കർ പരിശീലന കേന്ദ്രം തന്നെ തകർത്ത് തരിപ്പണമാക്കി. ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് അഥവാ കാമിക്കേസ് ഡ്രോൺസ്. രഹസ്യവും കൃത്യവുമായ ആക്രമണം നടത്തുന്നവയാണ് ഇന്ത്യൻ നിർമ്മിത ഈ ഡ്രോണുകൾ. 50 തൊട്ട് 100 കിലോമീറ്റർ റേഞ്ചിൽ ടാർഗറ്റിന് മുകളിൽ വട്ടമിട്ട ശേഷം സ്ഫോടക വാർഹെഡുമായിട്ടായിരിക്കും ആക്രമണം നടത്തുക. പാക് അധിനിവേശ കശ്മീരിൽ ലഷ്കർ ഇ തോയ്ബയുടെ മൊബൈൽ യൂണിറ്റുകളെ AI ഡ്രിവൺ ടാർഗറ്റിംഗ് ഉപയോഗിച്ച് നശിപ്പിച്ചത് കാമിക്കസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. UAS ഗ്രിഡ് അൺമാൻഡ് ഏരിയൽ സിസ്റ്റത്തിന്റെ നെറ്റ്വർക്ക് സിസ്റ്റം. കൃത്യസമയത്ത് കൃത്യ അറിവാണ് നൽകുക. ഡ്രോണുകളും സാറ്റലൈറ്റുകളും സംയോജിപ്പിച്ച് മുസാഫറാബാദിലെ ക്യാമ്പുകൾ മാപ്പ് ചെയ്ത് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും കൃത്യമായ വിവരം നൽകിയത് ഈ ഗ്രിഡാണ്. അടുത്തത് S-400 ട്രയംഫ് അഥവാ ഇന്ത്യയുടെ സുദർശന ചക്രം. റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യൻ വ്യോമ മേഖലയെ കാത്തുരക്ഷിച്ച കവചം കൂടിയാണ്. 400 കിലോമീറ്റർ റേഞ്ചും
മൾട്ടി ടാർഗറ്റ് ട്രാക്കിംഗും ഉപയോഗിച്ച് പാകിസ്ഥാന്റെ പ്രത്യാക്രമണങ്ങളെ, ഡ്രോണുകളെയും മിസൈലുകളെയും തടഞ്ഞു. അതിർത്തിയിൽ വിന്യസിച്ച S-400 ഒരു ഭീഷണിയെയും തകർക്കാനാവാത്ത കവചം കൂടിയാണ് ഇന്ത്യക്ക്. ബരാക്ക് 8 മിസൈൽ, ഇന്തോ ഇസ്രയേൽ ബരാക്ക് 8 മിസൈലുകൾ ഇന്ത്യൻ നാവികസേനയുടെ കരുത്താണ്. 100 കിലോമീറ്റർ റേഞ്ചും ആക്റ്റീവ് റഡാർ ഹോമിംഗും ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആന്റി ഷിപ്പ് മിസൈലുകളെ തടഞ്ഞു. ബരാക്ക് 8ന്റെ കൃത്യത, തീരദേശ നിരീക്ഷണത്തിന് ഒരു കാരണവശാലും തടസ്സമില്ലാത്ത ഏകോപനമാണ് ഉറപ്പാക്കുന്നത്. ഇന്ത്യയുടെ അജയ്യമായ ആയുധശേഖരവും ദൃഢനിശ്ചയവും പ്രകടമാക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധു. സ്കാൽപ്പിന്റെ കൃത്യത തൊട്ട് S-400ന്റെ പ്രതിരോധം വരെ ഇന്ത്യ തീവ്രവാദത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് ആവനാഴിയിലെ ഈ ആയുധങ്ങൾ പുറത്തെടുത്താണ്. ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെറർ എന്ന് തലയുയർത്തിപ്പിടിച്ച് ഇന്ത്യ പറയുന്നതിലും ഈ പറഞ്ഞ ബ്രഹ്മാസ്ത്രങ്ങളുടെ ശക്തി സുവ്യക്തമാണ്.